മനഃശാസ്ത്ര പഠനത്തിൽ 24, 25, 26 ഭാഗങ്ങളിൽ പ്രതിരോധ തന്ത്രങ്ങൾ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് ഏവർക്കും അതിനകത്തൂടെ വ്യക്തമാവുന്നുണ്ട് അധ്യായങ്ങളിലൂടെ. അതായത് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക്, നമ്മുടെ ആത്മാഭിമാനത്തിന് ചില പോറലേൽപ്പിക്കാതെ നമ്മുടെ കടുത്ത മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ യാഥാർത്ഥ്യത്തെ നിരസിക്കുകയോ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികളുടെ അനുഭവത്തെ പരിമിതപ്പെടുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ബോധവാനായിരിക്കാം, അല്ലാതിരിക്കാം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പറഞ്ഞു വരുന്നത്. അത് ഏകദേശം ഒരു 16 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായി ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത് അന്തർക്ഷേപണം എന്ന് പറഞ്ഞാൽ ഇത് താതാത്മ്യം പ്രാപിക്കൽ കഴിഞ്ഞ തവണ പറഞ്ഞാണ്. താതാത്മ്യം പ്രാപിക്കലുമായി ബന്ധപ്പെട്ടൊരു പ്രതിരോധ തന്ത്രം കൂടിയാണ്. അതായത് മറ്റുള്ളവരുടെ ആശയങ്ങളും മൂല്യങ്ങളും തൻ്റെതായി സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. മുമ്പ് സ്വന്തം ആശയങ്ങൾക്കും മൂല്യങ്ങൾക്കും നേരെ എതിരായിട്ടുള്ളവയാണെങ്കിൽ പോലും സ്വാംശീകരണം നടക്കും. സമൂഹത്തിൽ അംഗീകാരമുള്ള ഇത്തരം മൂല്യങ്ങൾ സ്വാംശീകരിക്കുന്നതിലൂടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പും നീരസവും ഒഴിവാക്കാനാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ അതിനെ എതിർത്ത ചിലർ പിന്നീട് അതിനെ അനുകൂലിക്കുകയും പൊഴുത്തുകയും തുടങ്ങിയത് ഈ തന്ത്രത്തിനൊക്കെ ഉദാഹരണമാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. 18ാമത്തെ ഡിഫൻസ് മെക്കാനിസത്തിൽ 18ാമത്തേത് ഇമോഷണൽ ഇൻസുലേഷൻ. നൈരാശ്യവും മനോദുഃഖവും അനുഭവിക്കുന്ന സ്ഥിതികളിൽ നിന്ന് ഒഴിവാകുന്നതിന് ചിലർ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണിത്. നീണ്ടു നിൽക്കുന്ന തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നകന്ന് ഏകാന്തമായി കഴിയാൻ ഇഷ്ടപ്പെടുന്നു. ഫാമിലി ലൈഫ് നഷ്ടപ്പെടുന്ന വ്യക്തികളും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുമായി വൈകാരിക ബന്ധം പുലർത്താതെ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന പരാജയവും നിരാശയും ഒഴിവാക്കാൻ ശ്രമിച്ച് ഇമോഷണലായിട്ട് മാറി നിൽക്കുന്ന രീതിയാണിത്. അടുത്തത് ഐസൊലേഷൻ. 19ാമത്തേത് ഒറ്റപ്പെടൽ. ഇത് ന്യായീകരിക്കൽ, ഇമോഷണൽ ഇൻസുലേഷൻ എന്നിവയുമായി ബന്ധമുണ്ട്. വേദന ഉളവാക്കുന്ന ഒരു സന്ദർഭം സൃഷ്ടിക്കുന്ന വൈകാരിക പ്രതികരണം മറ്റെന്തെങ്കിലും വിശദീകരണം നൽകി ഒഴിവാക്കുവാൻ ശ്രമിക്കുന്ന രീതിയാണിത്. അമ്മയുടെ മരണം വരുത്തിയ വേദന കുറയ്ക്കാൻ അമ്മ പൂർണ്ണ ജീവിതം നയിച്ചു. വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ വളരെ സുഖകരമായ മരണമായിരുന്നു എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. നമ്മുടെ വേദന കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. നന്നായിട്ടാണ് ജീവിച്ചത്, അധികം കിടത്തിയില്ല, കഷ്ടപ്പെടിച്ചില്ല. അപ്പോൾ പരാജയം നിരാശയും കൊണ്ടുവരാനുള്ള അതിനെ ആ വേദന കുറയ്ക്കാൻ വേണ്ടി, അത് കൊണ്ടുവരുന്ന വേദന കുറയ്ക്കാൻ വേണ്ടി തന്ത്രം നമ്മൾ പലപ്പോഴും പലരും ഉപയോഗിക്കാറുണ്ട്. ഡിഫൻസ് മെക്കാനിസത്തിൽ 20ാമത്തേതും ലാസ്റ്റത്തേതുമായാണ് പ്രായശ്ചിത്തം, അറ്റോൺമെൻറ്റ്. തെറ്റായ വാക്കുകളോ പ്രവൃത്തികളോ സംഭവിക്കുമ്പോൾ പലരും പ്രായശ്ചിത്തം ചെയ്യാറുണ്ട്. അതിലൂടെ തെറ്റ് ചെയ്തതുകൊണ്ട് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ഒഴിവാക്കാൻ കഴിയും. കുറ്റബോധം ഒഴിവാക്കുന്നതിന് ഉതകുന്ന ഈ തന്ത്രം പല മതങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രായശ്ചിത്തം ചെയ്താൽ മതി, നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരുമ്പോൾ പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്ന് പുകഴ്ത്തി പല മതങ്ങളും ഈ തന്ത്രം പ്രയോഗിക്കാറുണ്ട്. ഇതോടുകൂടി ഡിഫൻസ് മെക്കാനിസം എന്ന ഭാഗം തീരുകയാണ്. അടുത്തതായി മാനസിക സംഘർഷവും ശരീരവും. അത് നമ്മുടെ മാനസിക സംഘർഷമുണ്ടാകുന്ന ചുറ്റുപാടുകളുമായി വിജയകരമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആന്തരികാവയവങ്ങളിലും മാനസിക വ്യാപാരത്തെയും എങ്ങനെയൊക്കെ അത് ദോഷകരമായി ബാധിക്കും എന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അത് അടുത്ത അധ്യായത്തിൽ തുടരും.